നമ്മൾ ഈ ഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ഇത് ലച്ചുവിൻ്റെ കൂട്ടുകാരൻ വിവേക്. അപ്പോൾ ഈ ഭാഗമൊന്നും തൊട്ടിട്ടില്ല, ആകെ ഫാഷൻ ഫ്രൂട്ട് നിറഞ്ഞതായി കിടക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് മിളകും ചെടികളുണ്ട്, അപ്പോൾ അത് അങ്ങോട്ട് വെക്കാമെന്ന് കരുതിയിട്ട് അതിൽ നടാം നമുക്ക്. അപ്പം ഞങ്ങൾ മിളകും തൈയൊക്കെ ഒന്ന് ഇടുക. ലച്ചുവിന് വയ്യാത്തതുകൊണ്ട് ലച്ചു അവിടെ റെസ്റ്റിലാണ്, ഉറങ്ങുക. അപ്പം ഞങ്ങൾ മിളകും തൈയൊക്കെ വെച്ചിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ ഇത്രയും മിളകും ചെടി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഇനിയുണ്ട് അതിൽ. അപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അവിടെ വെച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ബാക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ മിളകും ചെടിയൊക്കെ ഇങ്ങനെ പറിച്ച് വെച്ചു കേട്ടോ. മിളകും ചെടി പറിച്ച് വെച്ചു. അപ്പോൾ കുറച്ച് ചീരത്തൈ കിട്ടി. ചവിട്ടുണ്ടായില്ലൊന്ന് ചീര വെച്ചു. പിന്നെ ഈ മിളക് നമ്മൾ മാറ്റി വയ്ക്കുന്നില്ല, അത് അതിൽ തന്നെ ഇരിക്കട്ടെ. ഇത് നെയ്മുളക് കേട്ടോ, നല്ല നെയ്യിൻ്റെ മണമായിരിക്കും ഇതിന്. ആകെ ഈ ഒരു ചെടിയുള്ളൂ, ഇനി ബാക്കിയൊക്കെ നശിച്ചു പോയി. 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി. അപ്പോൾ ഇത് ലച്ചുവിൻ്റെ കൂട്ടുകാരൻ, ഇത് ലച്ചു. ലച്ചു ഇങ്ങോട്ട് തിരിഞ്ഞേടി. അത് നിന്നെ കണ്ടിട്ടില്ല, മുഖം ഒന്ന് കാണട്ടെ. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കണ്ടില്ലേ, തൊണ്ണിക്കൊക്കെ വന്ന് ആകെ കോലം കിടാവും. കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാബുക്കുട്ടൻ്റെ നിന്ന് കടിയൊക്കെ മേടിച്ച്. അപ്പോൾ ഞങ്ങൾ ലച്ചുവിന് കടി കിട്ടിയ പട്ടീനെ കാണണ്ടേ, അവൻ്റെ പേരാണ് ബാബുക്കുട്ടേട്ടാ. കാണിച്ചു തരാം.